ആർട്ട്ലെസ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കളർ മിക്സിങ് എങ്ങനെ ചെയ്യാം, അതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് നമ്മൾ കളറുകളൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഓൾറെഡി കളർ തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ ബേസ് ചെയ്തുള്ള ഡൗട്ട്സ് ചോദിക്കുന്നതിനെ കൊണ്ട് റീസെൻ്റ്ലി ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാ കളർ തിയറിയും കളർ മിക്സിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യാമെന്നൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്കൊന്ന് പോയി കണ്ടു നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ കളർ മിക്സിങ്ങും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞതിനെക്കാട്ടും എത്രയോ അധികം എഫക്റ്റീവാണ് നിങ്ങൾ ജസ്റ്റ് 3 കളർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 3 പ്രൈമറി കളേഴ്സ്, നമ്മൾ മെയിൻ ആയിട്ടുള്ള 3 കളേഴ്സ് പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് 200+ കളർ ഷെയ്ഡ്സ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ റിക്വസ്റ്റോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം സ്പീഡിൽ ഞാൻ ചെയ്തു തരാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾ കുറേ പേരോട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഏതൊരു ബിഗിനർ ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് എങ്ങനെയാണ് നമുക്ക് കളർ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്യുന്നത് വാട്ടർ കളർ പെയിൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നത്. കളർ മിക്സിംഗ് ഒക്കെ സെയിം ആണ്. വാട്ടർ കളറിനാണെങ്കിലും ആക്രിലിക്കിനാണെങ്കിലും കളറുകൾ നമ്മൾ ഗ്രീൻ കിട്ടണമെങ്കിൽ യെല്ലോ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്താൽ കിട്ടും എന്നുള്ളതൊക്കെ ഇറ്റ് ഈസ് സെയിം ഫോർ ബോത്ത്. അപ്പോൾ വാട്ടർ കളർ ആണെങ്കിലും ആക്രിലിക് ആണെങ്കിലും അതിനൊരു ഡിഫറൻസ് വരുന്നില്ല. ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ കളർ എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കളറിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ കളറിൽ പെയിൻറ്റിൽ നമ്മൾ കൂടുതൽ വെള്ളം യൂസ് ചെയ്തിട്ടാണ് അതിനെ ലൈറ്റാക്കി എടുക്കുന്നത്. ഓക്കെ, അതൊരു മേജർ ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ്സ് പറഞ്ഞപ്പം സ്കാർലെറ്റിനകത്ത് കുറച്ച് ഇങ്ങനെ വെള്ളം കൂട്ടി പിന്നെയും കൂട്ടിയാണ് നമ്മൾ ഓരോ ഡിപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നത്. പക്ഷേ ആക്രിലിക് പെയിൻറ്റിങ്ങിനകത്ത് നമ്മൾ വെള്ളം കൂട്ടിയല്ല ചെയ്യുന്നത്. ആക്രിലിക് പെയിൻറ്റിങ് നമ്മൾ ചെയ്യുമ്പം ഒരുപാട് വെള്ളം കൂട്ടിയിട്ടല്ല നമ്മൾ ആക്ച്വലി ആ പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വൈറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ വൈറ്റ് നമ്മൾ അധികം യൂസ് ചെയ്യില്ല എന്നുള്ള വീഡിയോ, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യരുത് എന്ന് പറയുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിങ്ങിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കൂടുതൽ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കിയിട്ട് ചെയ്താൽ മതി. ഇവിടെ ആക്രിലിക് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് റിയലിസ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യാതിരിക്കില്ല, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങും എങ്ങനെയാണ് നിങ്ങൾ റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യാനും, അതായത് അതിന് കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓരോ വീഡിയോയിലും ചെയ്തു തരും. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡേ വിട്ടിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ വർക്കിംഗ് ആണ്. സോ രാവിലെ ഓഫീസിൽ പോയി വന്ന് വൈകിട്ടുള്ള വർക്ക് ടൈമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഡെയിലി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പ്രാക്ടിക്കൽ അല്ല. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് റെക്ടിഫൈ ചെയ്ത് ഞാൻ എന്തായാലും തരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തത് ഇതായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഒരു സെറ്റ് ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓരോ റോയും എങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഇതൊരു 4 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ചെയ്തുണ്ടാക്കിയത്. സോ അത്രയും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തത് എങ്ങനെയെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ഹാഫാണ്. ഇത് എന്ന് പറയുന്നത് ഈ സെയിം സാധനത്തിൻ്റെ ഫസ്റ്റ് റോയിൽ കൂടുതൽ കളേഴ്സും അതിൻ്റെ കളർ ഷെയ്ഡ്സും കൺസിഡർ ചെയ്തിട്ടുള്ളതാണിത്. ഓക്കെ, ഇനി ഇതേ സാധനം നിങ്ങൾക്ക് ആക്രിലിക്കിലും സെറ്റ് ചെയ്യാം. അതായത് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ മതി. എന്നുവെച്ചാൽ ക്യാൻവാസിലൊന്നും ഇങ്ങനെ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. സാധാ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ
സ്കാർലറ്റ് എടുത്തു. സ്കാർലറ്റിൻ്റെ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടുന്നത് തിക്ക് കൺസിസ്റ്റൻസിയിൽ ആ പെയിൻറ്റിനെ എടുത്ത് വെക്കുമ്പോഴാണ്. രണ്ടാമത് ലൈറ്റ് ഷെയ്ഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടുകയല്ല വേണ്ടത്, വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ടോൺ എടുക്കുന്നത്. അപ്പോൾ അടുത്തയിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും സ്കാർലറ്റ് എടുക്കുക. സ്കാർലറ്റിൻ്റെ കൂടെ കുറച്ച് യെല്ലോ കൂട്ടുക, നമുക്ക് ഈ കളർ കിട്ടും. അതേ കളറിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കൂട്ടിയാൽ ഈ കളർ കിട്ടും. പിന്നെ വീണ്ടും വൈറ്റ് കൂട്ടിയാൽ ഈ കളർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ഷെയ്ഡ്സ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസസ് എന്താണ്, ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എന്താണ് ഒരു ബിഗിനർ ലെവലിൽ എന്താണ് ഗുണം എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, ഇത്രയും എന്ന് പറയുന്ന പല കളേഴ്സാണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഷെയ്ഡ്സ് ഞാൻ ആഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും 100+ കളേഴ്സ് എങ്ങനെയാണ് മിക്സ് ചെയ്ത് കിട്ടുക എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഷാഡോ വേണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് വേണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് കിട്ടും, ലൈറ്റ് ഷെയ്ഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ്സ് എടുക്കാം, അല്ലെങ്കിൽ ഡൾ കളേഴ്സ് വേണമെങ്കിൽ ഡൾ കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ്. ഇതേ കളറിൻ്റെ ഡൾ കളറാണിത്. അങ്ങനെ ആ ഒരു രീതിക്ക് ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെയിം മോളിൽ കാണിച്ച സെയിം സാധനത്തിന് കുറച്ചും കൂടി വലിയൊരു ചാർട്ടാണ്, കളർ ചാർട്ടാണ്. ഇതിനകത്ത് നിങ്ങൾ കണ്ടോ, ഇപ്പം ഇപ്പം നമ്മൾ കളർ ഒരു പെയിൻറ്റിങ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എല്ലാ കളറും ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല, എനിക്കും അറിയില്ല അപ്പോൾ ഏതാണ് ഈ കളറിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഇത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ക്രിംസൺ ആണെന്ന് ഞാൻ പറയും, ഇത് ലെമൺ യെല്ലോ എന്ന് ഞാൻ പറയും. പക്ഷേ ഇതൊക്കെ ഏതാ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബ്ലൂ ഗ്രീൻ എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കളർ നമുക്ക് ട്യൂബിനകത്ത് കറക്റ്റായിട്ട് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴും എനിക്ക് കളറിൻ്റെ ട്യൂബ് ഇന്ന കളർ നിങ്ങൾ എടുക്കൂ, ഇന്ന ട്യൂബിൻ്റെ ഇത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളേഴ്സ് ഉണ്ടാക്കുന്നത്, അതായത് മിനിമൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് പ്രൈമറി കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ഒരു ട്യൂബുകളിലെ കളറും എടുത്തിട്ടില്ല. ജസ്റ്റ് പ്രൈമറി കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും അധികം, അതായത് 200+ കളേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഈ കളറാണ്, അല്ലെങ്കിൽ ഈ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ക്രിംസൺ, ഇത് ബ്ലൂ. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ളൊരു കളറാണ് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊരു വിഷ്വൽ പ്രാക്ടീസ് ഉണ്ടാക്കുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് പറ്റിയൊരു സാധനമാണ് നമ്മളെ കളർ ചാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ റെഫറൻസ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു കളറാണ് വേണ്ടത്, സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് എടുത്തു, എനിക്കിപ്പം ഈ ഒരു കളറാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കളറാണ് വേണ്ടത് വെച്ചാൽ ഈ ഒരു കളർ ചാർട്ടിനകത്ത് നമ്മൾ വെച്ച് നോക്കുക, ഈ കളർ ഷെയ്ഡ് എവിടെയാണ് വരുന്നത്. ഓക്കെ, ഈ കളർ ഓൾമോസ്റ്റ് ഈ കളറുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ നമ്മളൊരു പെയിൻറ്റിങ്ങിലെ കളറിനകത്ത് ചിലപ്പോൾ ഈ കളർ മാത്രമേ ഇരിക്കില്ല എനിക്ക് വേണ്ടത്, ഇതിനകത്ത് എനിക്ക് വേറെയും ഷെയ്ഡ്സും ചിലപ്പം കൂടുതൽ മിക്സ് ചെയ്യാൻ പറ്റും, വേറെ കളേഴ്സായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഈ കളറാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഇതേ പെയിൻറ്റിങ്ങിനകത്ത് താഴത്തെ ഈ ഒരു ഗ്രീനിഷ് ടിഞ്ച് വരുന്നൊരു കളർ എനിക്ക് വേണം. ഇവിടെ വെച്ചൊക്കെ ഇതുമായിട്ട് മാച്ച് ആവും, ഇതുമായിട്ടും ഇതിൻ്റെ പല ഷെയ്ഡ്സാണിത്. കണ്ടോ, മാച്ച് ആവുന്നില്ലേ? ഈ ഒരു ഷെയ്ഡാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളർ ചാർട്ടിന് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ കളർ വീലിൻ്റെ സെയിം യൂസാണ് ഇതിന്, പക്ഷേ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് റെഫറൻസ് ആക്കി വെച്ചിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, നമ്മൾ പിന്നെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൊണ്ട് വേറൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രൈമറി കളേഴ്സ് 3 പ്രൈമറി കളേഴ്സ് മിനിമം കളേഴ്സ് യൂസ് ചെയ്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിനെ കൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളെ പാലറ്റിൽ കുറേ സെറ്റ് ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കളേഴ്സൊന്നും യൂസ് ചെയ്യാതെ മിനിമം കളേഴ്സ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ സാപ്പ് ഗ്രീൻ വേണം, അപ്പോൾ സാപ്പ് ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ 3 പ്രൈമറി കളേഴ്സിന് മിക്സ് ചെയ്ത് വെച്ച് സാപ്പ് ഗ്രീൻ നമുക്ക് കിട്ടും. ബേൺ ചെയ്യാനതാ സ്കാർലറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് സ്കാർലറ്റ്, യെല്ലോ ഓക്കർ ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സെറ്റുകളിലെ കളറുകൾ നമുക്ക് ജസ്റ്റ് സിംപ്ലി മിക്സ് ചെയ്തിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കളേഴ്സൊക്കെ ഓരോന്നും ഉണ്ടാക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഓരോ കളേഴ്സിനെയും ചൂസ് ചെയ്തിട്ട് അതിൻ്റെ 3 ഷെയ്ഡ്സ്, ഓക്കെ, 3 ഷെയ്ഡ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഷെയ്ഡ്സ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇത് ക്രിംസൺ ആണ്. ക്രിംസണിനെ ജസ്റ്റ് നമ്മളൊരു ബ്രഷിനെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയിട്ട്
പെയിൻ പിഗ്മെൻറ്റ്സിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. എന്നിട്ടുള്ള കളറാണ് ഇത്. അപ്പോൾ അത് പെയിൻ പിഗ്മെൻറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായതിനെ കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും ഞാൻ പെയിൻറ്റ് ബ്രഷിനെ ഒന്ന് വെള്ളത്തിൽ മുക്കി എന്നിട്ട് വീണ്ടും അടിച്ചതിനെ കൊണ്ടാണ് ഈ ഒരു കളർ. ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അപ്പം ബ്രഷിൽ എത്ര വെള്ളം ഉണ്ടോ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്തത് വീണ്ടും നമ്മൾ ഇതേപോലെ ബ്രഷിനെ വെള്ളത്തിൽ മുക്കുക, മിക്സ് ചെയ്യുക, ജസ്റ്റ് ഇത് ആക്കുക. അതിനകത്ത് വേറെ എക്സ്ട്രാ കളർ പിഗ്മെൻറ്റ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയെടുക്കുക. അതിനകത്ത് ഓൾറെഡി ആ ബ്രഷിലുള്ള കളർ പിഗ്മെൻറ്റ്സും ആ ബ്രഷിൽ വന്ന വെള്ളവും ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ 3 ഷെയ്ഡ്സ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കി ഇത്രയും കളർ ഷെയ്ഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 200 അബവ് കളർ ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു 100 അബവ് കളേഴ്സും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മുകളിൽ ചെയ്ത പോലെ തന്നെ നമ്മളെ കളർ വീൽ ഡിക്റ്റമാണ് ഇത് സാധനം. അപ്പോൾ നമ്മളെ കളർ വീലിലുള്ള ഡയറക്റ്റ് കളേഴ്സിനെ ഓരോന്നിനകത്തും ഓരോ കോൺസെൻട്രേഷൻ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, ഓൾറെഡി ഫസ്റ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ കളേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഓരോ കളേഴ്സ് കിട്ടുന്നതെന്ന്. ഇപ്പോൾ ക്രിംസണിനകത്ത് കുറച്ച് യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡ് കിട്ടും, ഈ ഒരു ഷെയ്ഡ് കിട്ടും. അതിനകത്ത് കുറച്ചും കൂടി യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ്, അതിൻ്റെ 3 ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഭയങ്കര കുറച്ച് യെല്ലോ കണ്ടൻറ്റ് കൂട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ഓറഞ്ചിലെത്തി ഇതേപോലെ 3 ഷെയ്ഡ്സ്, പിന്നെ അതേപോലെ പിന്നെയും യെല്ലോ. ഞാനിത് മൊത്തത്തിൽ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 4 hours എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 4 hour ലോങ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ യെല്ലോ ആഡ് ചെയ്തു, ഇവിടെ എത്തി. അപ്പോൾ അതിന് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ബ്ലൂ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോ ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഷെയ്ഡ്സ് നമുക്ക് എത്ര ഷെയ്ഡ്സ് ആണോ വേണ്ട അത്രയും ഷെയ്ഡ്സ് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും കൂടുതൽ ഷെയ്ഡ്സ് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നു അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് കിട്ടി. പിന്നെ അതിനകത്ത് നിന്ന് നമ്മൾ ഗ്രീനിന്ന് ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സിലേക്ക് വന്നു. ബ്ലൂവിനകത്ത് നിന്ന് ക്രിംസൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമ്മൾ ഓൺലി കൂൾ പ്രൈമറി കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ മിക്സ് ചെയ്തിരിക്കുന്നതിനകത്ത് വാം കളേഴ്സ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഫുള്ള് ഇത്രയും കളർ ഷെയ്ഡ്സ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ് കോൺസെപ്റ്റ്സ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ സാധാ പ്രൈമറി സെക്കൻഡറി കളേഴ്സ് മിക്സ് ചെയ്യുന്ന പോലെ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതാണ്. ഓക്കെ, ഇതുപോലെ ഇതിലുള്ള പോലെ തന്നെ. നമുക്ക് ഈ ഒരു കളർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിംസണിനാണ് ഇതിനകത്ത് കൂടുതൽ വോള്യൂം വരുന്നത്. അപ്പോൾ ക്രിംസണിനകത്ത് കുറച്ചൊരു യെല്ലവും കുറച്ച് ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. അതായത് മരത്തിൻ്റെ ബാർക്കിൻ്റെ ഒക്കെ കളറാണ് ഇത്. ഇതിനകത്തേക്ക് കൂടുതൽ ക്രിംസണിൻ്റെ യെല്ലോൻ്റെയും കൂടെ കുറച്ച് കൂടുതൽ ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടും. കൂടുതൽ ബ്ലൂ ആകുമ്പോഴേക്കും ഈ ഒരു ഷെയ്ഡ്. പിന്നെയും നമ്മൾ കൂടുതൽ ബ്ലൂ ആഡ് ചെയ്ത് കഴിഞ്ഞ് ബ്ലൂവിൻ്റെ കൂടെ കുറച്ചും കൂടി യെല്ലോ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. പിന്നെ ക്രിംസണിൻ്റെ വോള്യൂം ഇതിങ്ങനെ കുറച്ച് വരികയാണ്. ക്രിംസൺ കുറച്ച് നമ്മൾ ബ്ലൂവും യെല്ലോവും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡിലേക്ക് വരും. പിന്നെ അങ്ങനെ നമുക്കിങ്ങനെ ഓരോ കളറിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചും കൂട്ടിയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന പോലത്തെ പല ഷെയ്ഡ്സ് കിട്ടും. ഇപ്പം ഞാൻ റാൻഡംലി ഒരു കളർ എടുത്ത് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളർ എടുത്തു. ഈ ഒരു കളറിനകത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് കൂടുതൽ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, കുറച്ചാണ് ക്രിംസൺ ഉള്ളത്. ഓക്കെ, ഇപ്പം ഇത്രയും എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം. ഈ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂ ഉണ്ട്, ഭയങ്കര കുറച്ചൊരു ക്രിംസൺ ഉണ്ട്, ഭയങ്കര കുറച്ചാണ് യെല്ലോ കണ്ടൻറ്റും. അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഇപ്പോൾ ഈ ഒരു കളറാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്ലൂ ഉണ്ട്, അത് കൂടുതലായിട്ട് യെല്ലോ ആണുള്ളത്, കുറച്ച് ക്രിംസൺ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളേഴ്സ്, ഈ മുകളിലേക്കുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പ്രൈമറി കളേഴ്സിന് അത് 2 കളേഴ്സ് മാത്രം മിക്സ് ചെയ്തിട്ട് കിട്ടിയ കളേഴ്സാണ് ഇത്രയും ഇവിടെ വരെ ഉള്ളത്. അതിന് ശേഷം ബാക്കി അവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് നമ്മൾ 3 കളേഴ്സും കൂടി പല കോൺസെൻട്രേഷനിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ കളേഴ്സാണ് ഇതൊക്കെ. ഇപ്പോൾ റാൻഡംലി ഞാൻ ഇതെടുക്കുകയാണെങ്കിൽ ഈ ഒരു കളറിനകത്ത് യെല്ലോ വളരെ കുറവാണ്, ഇൻസ്റ്റെഡ് ബ്ലൂവും റെഡും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 2 പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും ടാറ്റാ, ബൈ.